ദേവീ ശരണം അമ്മേ മംഗല്യേ ശാരദാംബേ. കവിതയിൽ നിറവാം വർണ്ണ പുഷ്പങ്ങൾ തെല്ലും മങ്ങിടാതെൻ്റെയുള്ളിൽ വിരിയണമതിനായി കൂപ്പിടാം നിൻപദാബ്ജം. അംഗങ്ങൾക്കാഭചാർത്തും മലരുകൾ നിറയും ശ്രദ്ധരാശോഭയോടെ ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നൗഷചരിതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷഷ്ഠസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം. ഇന്ദ്രാണിയുടെ വാക്കുകള് നൗഷൻ സമ്മതിച്ചു. ദേവേന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതറിഞ്ഞ് അങ്ങേ ഞാൻ വരിക്കാമെന്നുള്ള വാക്കുകള് കേട്ട് നൗഷൻ സന്തോഷവാനായി കുറച്ച് സമയം ഇന്ദ്രാണിക്ക് അതിനായി കൊടുത്തു. സമയം കെട്ടിയ ഇന്ദ്രാണി ദേവന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി പരിശ്രമം ചെയ്ത് എങ്ങനെയെങ്കിലും ആ ഇന്ദ്രനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇന്ദ്രാണിയുടെ വാക്കുകൾ കേട്ട ദേവന്മാരെ ഏകാഗ്രചിത്തരായിട്ട് ആ ഇന്ദ്രനെ ചക്രനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം ആലോചിച്ചു. അവരെ വൈകുണ്ഠത്തിലെത്തി പരമേശ്വരനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിച്ചു. ആദിദേവനും ജഗന്നാഥനും ശരണാഗതവത്സലനുമായിട്ടുള്ള ഭഗവാൻ സ്തുതിക്കുകയും അങ്ങ് ആ ഭഗവാനോട് പ്രത്യക്ഷമായിട്ടുള്ള ഭഗവാനോട് അവരെല്ലാവരും ചേർന്ന് പറഞ്ഞു, ദേവദേവനും സുരപതിയുമായ വാസവൻ, അതായത് ശക്രൻ, ബ്രഹ്മഹത്യ ബാധിച്ച് സർവപ്രാണികൾക്കും അദൃശ്യനായി എവിടെയോ സ്ഥിതി ചെയ്യുകയാണ്. ഹേ ഭഗവൻ, അങ്ങയുടെ ബുദ്ധിബലത്താൽ വൃത്രൻ വധിക്കപ്പെട്ടപ്പോൾ ഇന്ദ്രനെ ബ്രഹ്മഹത്യ പിടികൂടി. അങ്ങാണ് അദ്ദേഹത്തിന് ആശ്രയം. അതുപോലെ ഞങ്ങൾക്കും അത്യാപത്തിൽപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണം. അതുപോലെ ദേവേന്ദ്രനെ എങ്ങനെ മുക്തനാക്കാം എന്ന് നിർദ്ദേശിക്കുക. ദേവന്മാരുടെ വാക്കുകൾ കേട്ട് വിഷ്ണു അവരോട് പറയുകയാണ്, ശക്രന്റെ പാപം പോക്കാൻ നിങ്ങൾ അശ്വമേധയാഗം നടത്തണം. പുണ്യമായ ആ അശ്വമേധ യാഗം കൊണ്ട് പാപ നിർമുക്തനായിട്ടുള്ള ശക്രൻ ദേവന്മാരുടെ അധിപനായ ഇന്ദ്രന്റെ പദം നിർഭയനായി വീണ്ടും പ്രാപിക്കും. ഹയമേധ യാഗം കൊണ്ട് സന്തുഷ്ടയാകുന്ന ജഗദംബിക ബ്രഹ്മഹത്യ തുടങ്ങിയ പാപങ്ങൾ നശിക്കും എന്നതിന് സംശയമില്ല. ആ ജഗദംബികയെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം സകല പാപങ്ങളും നശിക്കും. ആ ദേവിയെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന അശ്വമേധം കൊണ്ട് സന്തുഷ്ടയാവാതിരിക്കില്ല ദേവി. ഇന്ദ്രാണിയും മുടങ്ങാതെ നിത്യവും ആ ദേവിയെ തന്നെ പൂജിക്കട്ടെ, ഭജിക്കട്ടെ. ദേവിയുടെ ആരാധനം സർവ്വസുഖങ്ങളും നൽകുന്നതായിട്ട് ഭവിക്കും. നൗഷനിപ്പോൾ ജഗന്മാതാവിന്റെ മായയാൽ മോഹിതനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവന്മാരെ അവൻ സ്വകൃതമായ പാപം കൊണ്ട് തന്നെ സ്വയം നശിച്ചുകൊള്ളും. അശ്വമേധത്താൽ പരിശുദ്ധനായ ദേവേന്ദ്രനും സപ്രഭാവം അധികം താമസിക്കാതെ വീണ്ടെടുത്ത് തന്റെ ഉത്തമമായിട്ടുള്ള സിംഹാസനം ശക്രനും നേടും. തേജോമയനായ വിഷ്ണുവിന്റെ ഉപദേശം, ഇപ്രകാരത്തിലുള്ള ഉപദേശം കേട്ട ദേവന്മാരെ ദേവേന്ദ്രനിരിക്കുന്ന സ്ഥലത്തിലേക്ക് ചെന്ന് ബൃഹസ്പതി പ്രമുഖരായിട്ടുള്ള ദേവന്മാരെ ശക്രനെ ആശ്വസിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് സമഗ്രമായ അശ്വമേധയജ്ഞം ചെയ്യിച്ചു. ബ്രഹ്മഹത്യാപാപത്തെ വിഭജിച്ച് വൃക്ഷങ്ങൾക്കും നദികൾക്കും പർവ്വതങ്ങളിലും ഭൂമിയിലും സ്ത്രീകളിലും നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. വിഭജ്യ ബ്രഹ്മഹത്യാം തു വൃക്ഷേഷു ച നദീഷു ച പർവ്വതേഷു പൃഥിവ്യാം ച സ്ത്രീഷു ചൈവാക്ഷിപദ്വിത്
വിഭു എന്ന് പറയണം. ഇവർക്കൊക്കെ ആ ബ്രഹ്മഹത്യ പാപത്തിനെ വിഭജിച്ചു കൊടുത്തു എന്ന് പറയാണ്. പർവ്വതങ്ങളിലും ഭൂമിയിലും സ്ത്രീകൾക്കും അതേമാതിരി തന്നെ നദികൾക്കും മറ്റും ഇതിനെ വിഭജിച്ചു കൊടുത്തു. അങ്ങനെ ബ്രഹ്മഹത്യാപാപത്തെ ഭൂതങ്ങളിൽ നിക്ഷേപിച്ച് പാപരഹിതനായി തീർന്നു ഇന്ദ്രൻ. സന്താപമറ്റവനായി തീർന്നു. വീണ്ടും കാലം പ്രതീക്ഷിച്ചുകൊണ്ട് സർവഭൂതങ്ങൾക്കും അദൃശ്യനായി ജലത്തിലെ പത്മനാളത്തെ തന്നെ അവിടെ തന്നെ ഇരുന്നു. അത്ഭുതകരമായ കാര്യം നിർവഹിച്ച ശേഷം ദേവന്മാര് സ്വസ്ഥാനത്തേക്ക് മടങ്ങി. വിരഹയും ദുഃഖിയുമായ ദേവഗുരുവിനോട് പറഞ്ഞു, അശ്വമേധം നടത്തിയെങ്കിലും എൻ്റെ ഭർത്താവായിട്ടുള്ള പുരന്ദരൻ എന്തുകൊണ്ട് അദൃശ്യനായിരിക്കുന്നു? ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രിയനെ ഒന്ന് കാണുക? അതിനുള്ള ഉപായം പറയൂ എന്നാണ് വീണ്ടും ഇന്ദ്രാണിയായിട്ടുള്ള ശചീദേവി ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയോട് പറയണത്. അപ്പോൾ കഥയിൽ ഇവിടെ പറയണത്, ഇവരെല്ലാവരും കൂടിയിട്ട് വൈകുണ്ഠത്തിൽ പോയി ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു, ഇവരുടെ സങ്കടങ്ങളെ ബോധിപ്പിച്ചു. സങ്കടങ്ങളെ കണ്ടറിഞ്ഞ ഭഗവാൻ മഹാവിഷ്ണു അശ്വമേധയാഗം നടത്താൻ പറയുന്നു. ദേവിയെ പൂജിക്കാൻ, ദേവിയെ പ്രത്യക്ഷമാക്കാൻ, ദേവിയെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു ഭാഗത്ത് ദേവന്മാരോട് അശ്വമേധയാഗം നടത്താനും അതേസമയത്ത് ഇന്ദ്രാണിയോട് ദേവിയെ പൂജിക്കാനും ആണ് ഉപദേശിച്ചത്. അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്താൽ, കാരണം ഇപ്പോൾ നഹുഷൻ ദേവിയുടെ മഹാമായയിൽപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുർബുദ്ധി ദേവേന്ദ്രന് ഉണ്ടാവാനുള്ള കാരണം എന്നാണ് വിഷ്ണു പറയണത്. അപ്പോൾ അവന്റെ നാശത്തിന് ദേവി തന്നെ കാരണമായിട്ട് ഭവിക്കും. ദേവിയെ ഭജിച്ചാൽ മതി, ദേവിയുടെ അനുഗ്രഹമുണ്ടാവും. ആ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം തന്നെ സകലവിധമായിട്ടുള്ള ബ്രഹ്മഹത്യാ പാപങ്ങളെ ഇന്ദ്രനെ നശിപ്പിക്കാൻ കഴിയും. പാപങ്ങളെല്ലാം തീർന്ന ഇന്ദ്രൻ അശ്വമേധയാഗമെല്ലാം ചെയ്ത് ദേവിയെയെല്ലാം സന്തോഷിപ്പിച്ച് വരം നേടി ഇതാ വീണ്ടും ചെന്ന് നൗഷനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി സ്വന്തം സ്ഥാനത്തെ ഗ്രഹിക്കാൻ ശക്രന് ഇന്ദ്രന് സാധിക്കും എന്നുള്ള ഉപദേശം കേട്ടു. അതനുസരിച്ച് അവർ വന്ന് തെരഞ്ഞു പിടിച്ച് താമരത്തണ്ടിൻ്റെ അകത്തിരുന്നതായിട്ടുള്ള ഇന്ദ്രനെ കൊണ്ട് അശ്വമേധയാഗങ്ങളെല്ലാം നടത്തിപ്പിച്ചു. അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്താൽ ആ പാപങ്ങളെയെല്ലാം പലർക്കും വിഭജിച്ചു കൊടുത്തു എന്നാണ് പറയണത്. ഇവിടെ വൃക്ഷങ്ങൾക്ക് ആ ബ്രഹ്മഹത്യാ പാപത്തിനെ വിഭജിച്ചു കൊടുത്തു, നദികൾക്ക് കൊടുത്തു, ഭൂമിക്ക് പർവ്വതങ്ങൾക്കുമായിട്ട് കൊടുത്തു, സ്ത്രീകൾക്കും കൊടുത്തു എന്നിവിടെ പറയാണ്. അങ്ങനെ ഇവർക്ക് ആ ബ്രഹ്മഹത്യാ പാപങ്ങളെയെല്ലാം വിഭജിച്ചു കൊടുത്ത് അതിൽ നിന്നും ഇന്ദ്രൻ രക്ഷപ്പെട്ടു എന്നിവിടെ ചുരുക്കി പറയുകയാണ് ചെയ്തത്. ഭാഗവത മഹാപുരാണത്തിലും ഇന്ദ്രൻ തന്റെ ഈ ബ്രഹ്മഹത്യാദി പാപങ്ങളെ മഹാവിഷ്ണുവിന്റെ ഉപദേശമനുസരിച്ച് ഇവർ 4 പേർക്കും, വൃക്ഷങ്ങൾക്കും ജലത്തിനും അതേമാതിരി ഭൂമിക്കും സ്ത്രീകൾക്കും വിഭജിച്ചു കൊടുത്തു എന്നും ആ പാപങ്ങൾ ഓരോരുത്തരിൽ എപ്രകാരമാണ് പ്രകടമാകുന്നത് എന്നും പാപങ്ങളെ ഏറ്റെടുത്ത 4 പേർക്കും ഇന്ദ്രൻ അനുഗ്രഹീതമായി കൊടുത്ത വരത്തെയുമെല്ലാം ഭാഗവത മഹാപുരാണത്തിൽ ദീർഘമായിട്ട് പറയുന്നുണ്ട്. അതെൻ്റെ പ്രഭാഷണത്തിൽ അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഇവിടെ വീണ്ടും തുടരുന്നില്ല. എന്തായാലും അത് കഴിഞ്ഞ് വീണ്ടും ഇന്ദ്രൻ ആ താമരത്തണ്ടിൻ്റെ ഉള്ളിൽ തന്നെ പോയിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ തൻ്റെ സ്വന്തം ഭർത്താവായിട്ടുള്ള ശക്രൻ തിരിച്ചു വരാത്തത് കണ്ട് ദുഃഖിതയായിട്ടുള്ള ശചീദേവി അദ്ദേഹത്തെ എങ്ങനെ കാണാം എന്നുള്ളതിനെ ആഗ്രഹിച്ചുകൊണ്ട്
ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയോട് പറയുന്ന വാക്കുകളോടുകൂടി ഇന്ന് നിർത്തുന്നു. ബൃഹസ്പതി എന്താ പറയുന്നത് മറുപടിയായിട്ട് എന്ന് നമുക്ക് നാളെ